ഹലോ കൂട്ടുകാരെ, നമസ്കാരം. നമുക്കിന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറും ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ചിക്കൻ കറിക്കുള്ള കൂട്ടുകളാണ്. ആദ്യം നമുക്ക് കുറച്ച് സബോള വെളിച്ചെണ്ണ ഒഴിച്ച് വാട്ടി കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. അതിനുശേഷം കുറച്ച് പച്ചമുളക്, അതിനുശേഷം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, അങ്ങനെ എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പച്ചമണം മാറുന്നതോട് വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കാം. അങ്ങനെ ഏകദേശം ഗ്രേവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് ഇളക്കി കൂട്ടി ഇതിലേക്ക് കുറച്ച് പെപ്പർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പുറത്തെ അടുപ്പിലേക്ക് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ അടി കട്ടിയുള്ള ഒരു കുക്കറാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കുറച്ച് സബോള ഇട്ട് വഴറ്റി മസാലയും ഇട്ട് കൊടുക്കണം. അതിനുശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കണക്ക്. ഇതിലേക്ക് നമുക്ക് കഴുകി വാലാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു വിസിൽ അടിക്കുന്നതോടെ വരെ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ മാവേലിക്കര ഇച്ചാപ്പിയുടെ പുതിയ വീട്ടിലാണ് വന്നിട്ടുള്ളത്. അവർക്കെല്ലാവർക്കും ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചിക്കനൊക്കെ മേടിച്ച് വന്നത്. ഇച്ചാപ്പിയും അപ്പുമാണ്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും റെഡി ആയിരിക്കുകയാണ്. അപ്പുമോനും ഇച്ചാപ്പിയൊക്കെ കുളിക്കാൻ പോയിരിക്കുകയാണ്. ബാക്കിയെല്ലാം പപ്പിയും വാവയും എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം. നമ്മുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും കഴിക്കുകയാണ്. നല്ല ടേസ്റ്റാണെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. വാവയ്ക്കൊക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ ഇച്ചാപ്പി കുഞ്ഞ് വന്നു. ഇച്ചാപ്പി കുഞ്ഞിനും വളരെ ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. ഇച്ചാപ്പിക്ക് എപ്പോഴും എന്നെ കാണുമ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കണം എന്നാണ്. ഞാൻ നന്നായിട്ട് എൻ്റെ നെയ്ച്ചോറ് സൂപ്പറാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ പപ്പയും നെയ്ച്ചോറൊക്കെ സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും കഴിച്ചു. ഇനി ഞാനും കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇനിയൊരു ചെറിയ വീഡിയോയ്ക്കായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം എല്ലാവർക്കും ടാറ്റാ.